സുറുമക്കണ്ണിണയാൻ ഹായ് മൈലാഞ്ചി കൈവിരലാൻ മഞ്ചുള്ള മാപ്പിളപ്പാട്ടിന്റെ ഈണങ്ങൾ നെയ്തൊരു പട്ടുറുമാ. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് പട്ടുറുമാൽ ഇശൽ മർഹബയുടെ നിറപ്പകിട്ടാർന്ന മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ആസ്വാദനത്തിന്റെ വ്യത്യസ്ത തലങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കുമായി പട്ടുറുമാൽ ഇശൽ മർഹബ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ഉമ്മ എന്ന റൌണ്ടിൽ ഇന്നത്തെ എപ്പിസോഡിലെ മത്സരാർത്ഥികളെ സ്വാഗതം ചെയ്യുന്നതിന് മുൻപ് ഞങ്ങളുടെ പാനൽ ഓഫ് ജഡ്ജസിനെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഫിറോസിക, അമ്പിളി ചേച്ചി, അബൂട്ടി മാഷെ സ്വാഗതം ചെയ്യുന്നു. ഈ കുടുംബത്തിന്റെ എല്ലാമായ ഹംസക ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ മത്സരാർത്ഥികളെ സപ്പോർട്ട് ചെയ്യാനെത്തിയ ഓർക്കസ്ട്ര മെമ്പേഴ്സിനെയും ക്ഷണിക്കുകയാണ്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് പട്ടുറുമാൽ ഇശൽ മർഹബയുടെ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യുന്നു. നിസാറുദ്ദീൻ ഷാ. നിസാറുദ്ദീൻ ഷാ, കഴിഞ്ഞ റൌണ്ടിൽ ചിരിയുറുമാൽ എന്ന റൌണ്ടിൽ തകർപ്പൻ പെർഫോമൻസ് ആയിരുന്നു. മറ്റ് മത്സരാർത്ഥികളെ സപ്പോർട്ട് ചെയ്യാനെത്തിയ വിവിധ രൂപത്തിൽ വിവിധ ഭാവത്തിൽ എന്നൊക്കെ പറയുന്ന പോലെ ഇന്ന് ഉമ്മയ്ക്ക് സമർപ്പിക്കുന്ന റൌണ്ടിലാണ് എത്തിച്ചേർന്ന് നിൽക്കുന്നത്. പട്ടുറുമാൽ ഇശൽ മർഹബയുടെ 7ാമത്തെ റൌണ്ടിൽ ഏത് പാട്ടാണ് ഷാ സെലക്ട് ചെയ്തിട്ടുള്ളത്? ഉമ്മ എവിടെ ഉമ്മയുടെ എന്നുള്ളൊരു പാട്ടാണ്. അത് മുത്തക്കയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മുത്തക്കയാണ് എനിക്ക് എപ്പോഴും പാട്ടുകൾ സെലക്ട് ചെയ്യാറ്. മുത്തക്ക ട്യൂൺ ചെയ്ത ഒരു മനോഹരമായ ഗാനമാണ്. അപ്പോ ഉമ്മയെ കുറിച്ച് പാടുന്ന ആ ഒരു പാട്ട് ഞങ്ങൾക്കറിയാം. ഷായുടെ ഉമ്മയുടെ കാര്യമൊക്കെ ഞങ്ങൾക്കറിയാം. എന്നാലും ഉമ്മയെക്കുറിച്ച് ഓർത്തു പറയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഈ പാട്ടിന് ശേഷം കേൾക്കാം, അല്ലെ? ഇപ്പോ പ്രാക്ടീസ് ചെയ്ത പോലെയൊക്കെ തന്നെ പാടാൻ സാധിക്കട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഉമ്മയെവിടെ എന്റെ ഉമ്മയെവിടെ, ഉമ്മയെവിടെ എന്റെ ഉമ്മയെവിടെ, താലോലം പാടി ഉറക്കിയ എന്നെ താലോലം പാടി ഉറക്കിയ ഉമ്മയെവിടെ, മനസ്സിലോർമ്മയിൽ ഇല്ലാമുഖം, ആമുഖം മറഞ്ഞതോ പള്ളിക്കാട്ടില. മനസ്സിലോർമ്മയിൽ ഇല്ലാമുഖം, ആമുഖം മറഞ്ഞതോ പള്ളിക്കാട്ടില. എന്നെ താലോലം പാടിയുറക്കിയ എന്നെ താലോലം പാടിയുറക്കിയ ഉമ്മയെവിടെ, ഉമ്മയെവിടെ, ഉമ്മയെവിടെ എന്റെ ഉമ്മയെവിടെ, ഉമ്മയെവിടെ എന്റെ ഉമ്മയെവിടെ.
പൊന്നുമോൻ വിളിക്കുകയായി രണ്ട് മിഴികൾ തുറന്നു നോക്ക് പൊന്നുമ്മ ഉമ്മാടെ പൊന്നുമോൻ വിളിക്കുകയായി രണ്ട് മിഴികൾ തുറന്നു നോക്ക് പൊന്നുമ്മ ഉമ്മ 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 ഉമ്മയെവിടെ എന്റെ ഉമ്മയെവിടെ ഉമ്മയെവിടെ എന്റെ ഉമ്മയെവിടെ താലോലം പാടി ഉറക്കിയ എന്നെ താലോലം പാടി ഉറക്കിയ ഉമ്മയെവിടെ ബാപ്പയോ ഇല്ല മരണമാദ്യം ബാപ്പയോ ഇല്ല മരണമാദ്യം സ്നേഹമെന്തെന്നറിഞ്ഞതോ ഇല്ല ജീവിതം നാളെത്തിയ ജീവിതം എത്തിയുമായി ഞാൻ ഭൂമിയിൽ പിറന്നതോ ഏകനായി നാളെത്തിയ ജീവിതം എത്തിയുമായി ഞാൻ ഭൂമിയിൽ പിറന്നതോ ഏകനായി ഉമ്മ 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 ഉമ്മയെവിടെ എന്റെ ഉമ്മയെവിടെ ഉമ്മയെവിടെ എന്റെ ഉമ്മയെവിടെ താലോലം പാടി ഉറക്കിയ എന്നെ താലോലം പാടി ഉറക്കിയ മനസ്സിലോർമ്മയിൽ ഇല്ലാ മുഖം ആ മുഖം മറഞ്ഞതോ പള്ളിക്കാട്ടില എൻ മനസ്സിലോർമ്മയിൽ ഇല്ലാ മുഖം ആ മുഖം മറഞ്ഞതോ പള്ളിക്കാട്ടില എന്നെ താലോലം പാടി ഉറക്കിയ എന്നെ താലോലം പാടി ഉറക്കിയ ഉമ്മയെവിടെ 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 നിസാറുദ്ദീൻ ഷാ, ഈ പാട്ടിന്റെ സംഗീതത്തെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ആധികാരികമായി സംസാരിക്കാനുള്ള വലിപ്പം എനിക്കായിട്ടില്ല. എന്നാലും എല്ലാവരുടെയും ഹൃദയത്തിൽ തട്ടിയെന്ന് എനിക്ക് ഉറപ്പാണ്, അല്ലെ? നമ്മുടെ എല്ലാവരുടെയും ഒരുപാട് ആഴത്തിൽ ആ ഒരു ഫീല് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി. എന്തൊക്കെയായാലും ഷായുടെ ഉമ്മയെക്കുറിച്ച് ഷാക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് എല്ലാവർക്കും ഒന്ന് അറിയണ്ടേ? നമുക്കതൊന്ന് കേൾക്കാം. ഓക്കെ. ഉമ്മ എന്നത് വലിയൊരു സത്യമാണ്. ഒരു ജീവൻ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ നമ്മ ആദ്യമായിട്ട് തൊട്ടറിയുന്ന വലിയൊരു സത്യം, വലിയൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ ഉമ്മ. ഉമ്മയുടെ സ്നേഹം, ഉമ്മയുടെ ലാളന,
അതുപോലെ ഉമ്മയുടെ വാത്സല്യം, ഇതൊക്കെ കിട്ടുക എന്ന് പറയുന്നത് ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമാണ്. ഉമ്മയുടെ ആ ഒരു കൂടെയുള്ള ഒരു ജീവിതം അത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. എൻ്റെ കുഞ്ഞുനാളിൽ സ്നേഹം, ഉമ്മയുടെ വാത്സല്യം, ഉമ്മയുടെ സ്നേഹം ഇതൊക്കെ കിട്ടേണ്ട ഒരു പ്രായത്തിൽ എൻ്റെ ഉമ്മനെ നഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. എൻ്റെ ഉമ്മ ഒരുപാട് സങ്കടങ്ങൾക്കിടയിൽ ജീവിച്ച ഒരാളാണ്. ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്. അതിനിടയിൽ എല്ലാവരെയും സ്നേഹിച്ച്, എല്ലാവരോടും സ്നേഹത്തോടെ മാത്രം പെരുമാറി, എല്ലാവരോടും ചിരിച്ച മുഖത്തോടെ മാത്രം ഞാൻ എൻ്റെ ഉമ്മനെ കണ്ടിട്ടുണ്ട്. എൻ്റെ ഉമ്മയുടെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചിട്ടുള്ളതും എൻ്റെ ഉമ്മനെ പഠിപ്പിച്ചിട്ടുള്ളതും ഒരു കാര്യം മാത്രമാണ്. എല്ലാവരോടും എന്നും എത്രയൊക്കെ വിഷമം ഉണ്ടെങ്കിലും എത്രയൊക്കെ സങ്കടം ഉണ്ടെങ്കിലും അതെല്ലാം മനസ്സിലൊതുക്കി എല്ലാവരോടും പുഞ്ചിരിച്ച മുഖത്തോടെ, എല്ലാവരോടും സ്നേഹത്തോടെ, എല്ലാവരും തുല്യരായി കണ്ട് എല്ലാവരും സ്നേഹത്തോടെ മാത്രം കാണുക. ആരെയും വെറുപ്പിക്കാതെ, ആരെയും വേദനിപ്പിക്കാതെ, സ്നേഹത്തോടെ മാത്രം നമ്മളെ കണ്ണീര് മറ്റുള്ളവരെ കാണിക്കാതെ സ്നേഹത്തോടെ മാത്രം പെരുമാറുക, ജീവിക്കുക. ഇത് മാത്രം എൻ്റെ ഉമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളൂ. ഇന്ന് എൻ്റെ ഉമ്മ എന്നോടൊപ്പം ഇല്ല. പക്ഷെ എന്നെ ഏതെങ്കിലും ഒരു ലോകത്തിൽ നിന്ന് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഉമ്മാനോട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം അത് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ, അഭിമാനത്തോടെ എൻ്റെ ഉമ്മാനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം അത് മാത്രമാണ്. എൻ്റെ ഉമ്മ ജീവിച്ച അതുപോലെ എല്ലാവരോടും സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ഇഷ്ടത്തോടെ, എല്ലാവരോടും നല്ലത് മാത്രം പറയിപ്പിച്ചിട്ട് ഇന്നും ഉമ്മയുടെ മോൻ ജീവിക്കുന്നുണ്ട്. ഇനിയും ജീവിക്കും, ഉറപ്പ്. തീർച്ചയായും ഉമ്മ ഏതെങ്കിലും ഒരു ലോകത്തിരുന്ന് ഷായ്ക്ക് എല്ലാവിധ പ്രാർത്ഥനകളും നേരുന്നുണ്ടാവും, ഇത് കാണുന്നുണ്ടാവും, അനുഗ്രഹിക്കുന്നുണ്ടാവും. നമുക്ക് ആദ്യം കമന്റ്സ് അമ്പിളി ചേച്ചിയിൽ നിന്ന് ആരംഭിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെ അമ്മയുടെ സ്ഥാനമാണ് അമ്പിളി ചേച്ചിക്ക്. അമ്പിളി ചേച്ചി എന്ത് പറയുന്നു? നന്നായിട്ട് പാടി, നന്നായിട്ട് പാടി. എല്ലാ ഫീലും ഞങ്ങൾക്ക് അത്രയ്ക്ക് ഹൃദയത്തിൽ കൊണ്ടു. എത്ര നന്നായിട്ട് പാടി മോനെ. നിസാറുദ്ദീൻ ഷാ എപ്പോഴും ചിരിച്ചും കൊണ്ടും എല്ലാവർക്കും ഹെൽപ്പ് ചെയ്തുകൊണ്ടും ഒക്കെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും എന്തൊരു നല്ലൊരു ഒരു ക്യാരക്ടറാണ് നിസാറുദ്ദീൻ ഷായുടെ എന്ന് വിചാരിക്കും ഞാൻ എപ്പോഴും. സത്യം പറയാണ്, കള്ളം പറയല്ല. എല്ലായ്പ്പോഴും എപ്പോ കണ്ടാലും ചിരിച്ച്. ഇപ്പം നിസാറുദ്ദീൻ ഷാ പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ കാര്യം മനസ്സിലായത്. പക്ഷെ വളരെ നല്ലൊരു ക്വാളിറ്റിയാണ്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ക്വാളിറ്റിയാണ് ചിരിച്ച് എല്ലാവരുമായിട്ട് വളരെ ഹമ്പിളായിട്ട് ബിഹേവ് ചെയ്ത്. ഇതൊക്കെ ഉമ്മ ഇല്ലാഞ്ഞിട്ടും നിസാറുദ്ദീൻ ഷാ ഇതൊക്കെ അനുസരിച്ച് വന്നില്ല. അത് യു ആർ സോ ഗ്രേറ്റ്, സോ ഗ്രേറ്റ്. ഞാൻ പറഞ്ഞതൊന്നും ചുമ്മാ വാക്കുകളല്ല, എന്റെ മനസ്സിൽ നിന്ന് വന്നതാണ്. ഓക്കെ, എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. എൻ്റെ ഉമ്മ മരിച്ചതിന് ശേഷം ഞാൻ സത്യം ഒരുപാട് കരഞ്ഞു തീർത്തിട്ടുണ്ട്. മനസ്സിൽ കരയില്ല എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് ഉമ്മ മരിച്ചതിന് ശേഷം എനിക്ക് ഒരുപാട് ഉമ്മമാര് ഒരിക്കലും കരയരുത്. എനിക്ക് ഒരുപാട് ഉമ്മമാര് എന്റെ ഇവിടെയുണ്ട്. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും എനിക്കതുപോലെ ഞാൻ സത്യമാണ്. ക്രൂസിനോടാണേലും എല്ലാവരോടാണേലും ഞാൻ കാണിക്കുന്ന സ്നേഹം ആത്മാർത്ഥമാണ്. എനിക്ക് എന്റെ കൂട്ടുകാരന്മാരുടെ ഉമ്മയാണേലും എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. എനിക്ക് പറയാൻ പറ്റില്ല. അവരുടെ എല്ലാവരുടെ സ്നേഹത്തിന് മുമ്പിലും അല്ലെങ്കിൽ അവരൊരു മോനെ പോലെ എല്ലാവരും എന്നെ കാണുന്നുണ്ട്. ഒരുപാട് എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം നസീറുദ്ദീൻ ഷാ. ഓക്കെ, താങ്ക് യു അമ്പിളി ചേച്ചി. നമുക്കിനി ഫിറോസിക്കയോട് ചോദിക്കാം. ഫിറോസിക്ക,